ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 വീഡിയോ ഇട്ടതിൽ കുറേ പേരെനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ടിൻറ്റു നീ ചെയ്യുന്ന ഈ കാര്യത്തിന് ഒരുപാട് നന്ദി, ഞങ്ങൾക്ക് ഇമേജിൽ കൂടെയും വീഡിയോയിൽ കൂടെയും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഞാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം കൊണ്ട് ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊരു എനർജി കിട്ടുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ ഇന്നത്തെ വീഡിയോ എന്നുദ്ദേശിക്കുന്നത് BP കുറിച്ചിട്ടാണ്. അതായത് BP എങ്ങനെയാണ് നോക്കുന്നത്, BP കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, സ്ട്രോക്ക് വന്നാൽ എന്ത് സംഭവിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസവും വെച്ചിട്ട് ഓരോ ദിവസവും വീഡിയോ ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കും കാണുമ്പം മടുപ്പുണ്ടാകത്തില്ല, പഠിക്കാനും പറ്റും. ഓരോ ദിവസം ചെറിയ വീഡിയോ ആയിട്ടാകുമ്പോൾ എല്ലാം കൊണ്ട് സൗകര്യമാണല്ലോ. അപ്പോൾ നമുക്ക് ചുമ്മാ വാച് പഠിച്ച് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സമയത്തിനൊക്കെ അതിൻ്റേതായ മൂല്യമുണ്ടല്ലോ അല്ലേ? അപ്പോൾ ക്ലാസ്സിലേക്ക് കയറാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടിരിക്കുമ്പോൾ നമ്മൾ അനങ്ങാതെ നമ്മൾ കൈ നേരെ സ്റ്റഡിയായിട്ട് വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് അത് നിങ്ങൾ മെമ്മറിയിൽ ആക്കി വെക്കണം. അതുപോലെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ ഫിറ്റായിട്ട് വെക്കരുത്, എന്നാൽ ഒരു ചെറിയൊരു വായു കയറാനുള്ള ഒരു സ്പേസ് ഇടണം. അതായത് ഒരു 2 വിരൽ ഇടുമ്പോൾ അത്രയൊരു ഇത് വേണം. അല്ലാതെ ഭയങ്കരമായിട്ട് ഫിറ്റായി മുറുക്കി കെട്ടി അങ്ങനെ വെക്കരുത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ചെസ്റ്റിന് നേരെ അങ്ങനെയാണ് അത് ഇതാക്കേണ്ടത്. നമ്മുടെ വെയിൻ ഉണ്ടല്ലോ, വെയിന് നേരെ ആയിരിക്കണം അതിൻ്റെ ആ ഇത് വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പ്ലഗ് കുത്തുക, ജസ്റ്റ് സ്റ്റാർട്ട് ഞെക്കുക. അപ്പോൾ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് അത് പഠിച്ചു വയ്ക്കുക കേട്ടോ. BP ഹൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മെഡിസിൻ കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ വിളിക്കണം. കാരണം നമുക്ക് ബ്രെയിൻ ഡെഡ് വരികയും സ്ട്രോക്ക് വരികയും ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അഡ്വൈസ് നമുക്ക് നേടേണ്ടത് അത്യാവശ്യമാണ്. BP താഴ്ന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വായിൽ അല്പം ഉപ്പിട്ട് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാണ്. കാരണം പെട്ടെന്ന് തന്നെ മരണം വരാൻ ചാൻസ് ഉണ്ട്. ഹൈ BP ആണ് നമുക്കുള്ളതിനുള്ളതിൻ്റെ ഒരു 2-3 ലക്ഷണങ്ങളെന്ന് വെച്ചാൽ നല്ല തലവേദനയായിരിക്കും, അതുപോലെ തന്നെ തലചുറ്റലുണ്ടായിരിക്കും, അതുപോലെ തന്നെ വോമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവും. ഇതൊക്കെയാണ് ഒരു മെയിനായിട്ടുള്ള കാര്യങ്ങൾ. BP നമ്മുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും 3 നേരം BP ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മെഡിസിൻസ് കറക്റ്റ് സമയത്ത് തന്നെ കഴിക്കണം. പിന്നെ നമ്മൾ ഉപ്പ് എല്ലാ കറിയിലും അങ്ങനെയുള്ള സാധനങ്ങളിലെല്ലാം ഉപ്പ് നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഓയിലി ഫുഡ് ഉപേക്ഷിക്കണം. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രൗൺ കളറിലുള്ള ബ്രെഡ് കഴിക്കാം, സാലഡ് കഴിക്കാൻ പറ്റും, അതുപോലെ എല്ലാ തരത്തിലുമുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റും. പിന്നെ ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് BP ഒരുവിധം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നടക്കാൻ പോകണം, എക്സസൈസ് ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ അച്ചാറിൻ്റെ അകത്തൊക്കെ ഉപ്പ് കണ്ടൻ്റ് ഉണ്ട്, അതുകൊണ്ട് അച്ചാർ നമ്മൾ ഉപേക്ഷിക്കണം. അതുപോലെ ഈ സോസ്, പിന്നെ കെച്ചപ്പ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അതൊക്കെ BP കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. BP 180 മേളിൽ വരുന്ന കേട്ടോ, റെഡ് കളറിൽ കാണുന്നതാണ് ഹൈ ബ്ലഡ് പ്രഷർ വരുന്നത്. അതുപോലെ തന്നെ 230 മേളിൽ വരുന്നുണ്ടോ ബ്ലഡ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ, അതൊക്കെ വരുന്നതാണ് സ്ട്രോക്ക് വരുന്നത്. ബ്രെയിനിനകത്ത് അറ്റാക്ക് വരുന്നതാണ്
ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് മെയിനായിട്ടും ഹൈ BP വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ആയി കിടക്കുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ റെഡ് കളറിൽ കാണുന്ന ആർട്ടറി, നീല കളറിൽ കാണുന്നതാണ് വെയിന്. ഇതാണ് നമ്മുടെ വെയിൻ ഇങ്ങനെ പോകുന്നതിൻ്റെ ചിത്രം. ഇത് ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്നതാണ് കേട്ടോ ബ്രെയിനിൽ. അതുപോലെ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൈസ് ആയിരിക്കും. അതുപോലെ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവുന്നതാണ്. നമ്മൾ എന്നും ഇത് ചെക്ക് ചെയ്യണം, BP കറക്റ്റാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ മെഡിസിൻ കഴിക്കണം. അതായത് വെജിറ്റബിൾസ് അങ്ങനത്തെ ഡയറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അതുപോലെ ഫിസിയോതെറാപ്പി ചെയ്യണം. കിടക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ തിരിച്ച് കിടത്തി അവർക്ക് ബാക്ക് സപ്പോർട്ടൊക്കെ കൊടുക്കണം. ലെഫ്റ്റ് സൈഡ് ബ്രെയിനിന് സ്ട്രോക്ക് വരുമ്പോൾ റൈറ്റ് സൈഡ് പാരലൈസ് ആയി പോകും. റൈറ്റ് സൈഡ് ബ്രെയിനിന് വരുമ്പം ലെഫ്റ്റ് സൈഡ് പാരലൈസ് ആയി പോകും.